ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ വരും ആഴ്ചയിലെ ക്യാപ്റ്റൻസി നോമിനേഷൻ ആണ് നടന്നത്. ആദ്യം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അഖിൽ, ഡെയ്സി, സുചിത്ര എന്നിവരാണ്. ഇതിൽ ഈ ഒരു ആഴ്ചത്തെ ടാസ്കിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അഖിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അർഹിക്കുന്ന ഒരാൾ എന്ന് തന്നെ പറയാം. എന്നാൽ ഡെയ്സിയും സുചിത്രയും എന്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വീക്കിലി ടാസ്കിന്റെ ആദ്യ ദിനം ഡെയ്സിയുടെ സൈഡിൽ നിന്നും ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് പറയത്തക്ക പെർഫോമൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. സുചിത്രയുടെ കാര്യം നോക്കിയാൽ പറയാൻ ഒന്നും തന്നെ ഇല്ല. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ശരിക്കും വരേണ്ടിയിരുന്നത് അഖിൽ, റോൺസൺ, ലക്ഷ്മിപ്രിയ എന്നിവർ ആയിരുന്നു എന്നാണ് ഓഷ്യാനിക് മീഡിയയുടെ അഭിപ്രായം. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ് ഇവർ. അത് ടാസ്കിലാണെങ്കിലും വീട്ടുജോലിയിലാണെങ്കിലും. ഗ്രൂപ്പിസം ഇല്ല എന്ന് പറയുന്നവർ തന്നെ ഒരു ഗ്രൂപ്പിന്റെ മറവിൽ ഗെയിം കളിക്കുന്നതിന്റെ തെളിവാണ് ഈ ആഴ്ചത്തെയും ക്യാപ്റ്റൻസി നോമിനേഷൻ. അർഹിച്ചവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കാതെയുള്ള ഇങ്ങനെയുള്ള നോമിനേഷൻ തികച്ചും അനീതി എന്ന് തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് പറയേണ്ടി വരും.